മുറിയിലേക്കൊന്ന് വരീൻ. അല്ലാണ്ട് നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല. നിങ്ങൾ പടക്കം പൊട്ടിക്കുമ്പോ കുറച്ച് എനിക്കൂടെ ചേർത്ത് പൊട്ടിച്ചോ. അമ്മേ, നിങ്ങൾ തന്നെയല്ലേ എന്നെ നൊന്തു പറ്റത്. എന്റെ മാഷെ ഓളിങ്ങി വന്നോളും. പറയാണ്ട് ഓളിങ്ങും പോവാറില്ല ലക്ഷ്മി അമ്മേ. അത്യാവശ്യമായി പണി എന്തേലും വന്നിട്ടുണ്ടാവും. ആ ദാ വന്നല്ലോ. എൻ്റെ ആശിക്കിന് എന്തെങ്കിലും പറ്റിയ പിന്നെ ഞാൻ ഉണ്ടാവില്ല പാപ്പ. ചാക്കോ മുതലാളിയെ കണ്ടിട്ട് വരുന്ന വഴിയാ. ഓ, വല്ലാത്തൊരവസ്ഥയാണ് ആ കുട്ടിയുടെ. മണിക്കൂറുകൾ കൂടി കാലാവധി നീട്ടിക്കിട്ടിയിട്ടുണ്ടെന്ന് ഇപ്പോൾ കിട്ടിയ വാർത്ത. എന്നാൽ ഇത് അന്തിമമാണെന്നും തങ്ങൾ ഇക്കാര്യത്തിൽ ഉറച്ച നിലപാടിലാണെന്നും ഇനിയൊരു മുന്നറിയിപ്പും ഇല്ലാതെ തന്നെ തങ്ങൾ ബന്ദികളെ വധിക്കുമെന്ന് പറയുന്ന വീഡിയോ ദൃശ്യങ്ങൾ പുറത്തുവിട്ടിട്ടുണ്ട്. ഇതൊന്നും കണ്ട് ഭയക്കുന്നതല്ല എന്നും ഉടനെ തന്നെ ബന്ദികളെ മോചിപ്പിക്കുമെന്നും വിദേശകാര്യമന്ത്രി. ഗവൺമെന്റിന്റെ തണുപ്പൻ നയത്തിനെതിരെ പ്രതിഷേധിച്ച് പ്രതിപക്ഷം പാർലമെന്റ് ബഹിഷ്കരിച്ചു. സംഭവത്തെ തുടർന്ന് മൂകതയിലായിരുന്ന ആഷിഖിന്റെ ഗ്രാമം. കുടുംബം പുലർത്താനായി അന്യനാടുകൾ പോയി ജോലി ചെയ്യുന്ന നമ്മുടെ സഹോദരങ്ങൾക്ക് നേരെയുള്ള ഈ അനാസ്ഥയ്ക്ക് വൻ വില കൊടുക്കേണ്ടി വരുമെന്ന് പ്രതിപക്ഷ നേതാവ്. ബന്ദികളെ മോചിപ്പിക്കാനായി ഒരു ആക്രമണം തന്നെ വേണ്ടി വന്നാലും അവരുടെ നേതാവിനെ മോചിപ്പിക്കുന്ന പ്രശ്നമില്ലെന്ന് വിദേശകാര്യമന്ത്രി. 24 മണിക്കൂറുകൾ കൂടി കാലാവധി നീട്ടിക്കിട്ടിയിട്ടുണ്ടെന്ന് ഇപ്പോൾ കിട്ടിയ വാർത്ത. എന്നാൽ ഇത് അന്തിമമാണെന്നും തങ്ങൾ ഇക്കാര്യത്തിൽ ഉറച്ച നിലപാടിലാണെന്നും ഇനിയൊരു മുന്നറിയിപ്പും ഇല്ലാതെ തന്നെ തങ്ങൾ ബന്ദികളെ വധിക്കുമെന്ന് പറയുന്ന വീഡിയോ ദൃശ്യങ്ങൾ പുറത്തുവിട്ടിട്ടുണ്ട്. ഇതൊന്നും കണ്ട് ഭയക്കുന്നതല്ല എന്നും ഉടനെ തന്നെ ബന്ദികളെ മോചിപ്പിക്കുമെന്ന് വിദേശകാര്യമന്ത്രി. എന്റെ മാഷെ കൊല്ലട്ടെ. ഇന്റെ മോനെ കൊന്നിട്ട് ഈ രാജ്യത്തെ പ്രശ്നമൊക്കെ തീരുമെങ്കിൽ അങ്ങ് കൊല്ലട്ടെ. ഇന്റെ പഠിച്ചോനെ ആരോടാ ഞാനിനി പറയാം. എന്റെ മോനെ ഒന്ന് രക്ഷിക്കാൻ. വല്ലുപ്പ, ഓലുപ്പാനെ കൊല്ലാൻ പോവാ. ആളുണ്ട് കേട്ടോ. ആ വരി വരി. മാഷേ നമസ്കാരം, ഇരിക്കെ. വല്ല വിവരം കിട്ടിയോ സാർ? രാവിലത്തെ ന്യൂസ് സാറ് കണ്ടാണല്ലോ. രാത്രി 12 മണിയാ അവർ പറഞ്ഞ ഡെഡ് ലൈൻ. നമ്മുടെ ഗവൺമെന്റ് എന്തെങ്കിലും ചെയ്യുമോ സാറേ? ഈ ഡെഡ് ലൈനൊക്കെ അവർ മാറ്റും. ഇതൊക്കെ നമ്മൾ സാധാരണ കാണുന്നതാണല്ലോ. നിങ്ങൾക്കറിയാമല്ലോ,
ഇതെന്നെ കൊണ്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളല്ല. ഇന്ന് രാവിലെ ഞാൻ മിനിസ്റ്റർ വരെ വിളിച്ചിരുന്നു. അദ്ദേഹം പറയുന്നത് തീരുമാനങ്ങളെല്ലാം കേന്ദ്രത്തിൽ നിന്നാണെന്നാണ്. മിനിസ്റ്റർ ഓഫീസിലേക്കാ. ഹലോ, ആ, ഞാൻ കോഴിക്കോട് കളക്ടറാ. വളരെ അത്യാവശ്യമാണ്. മിനിസ്റ്റർ ഒന്ന് കണക്ട് ചെയ്യൂ. ആ, ഗുഡ് മോർണിംഗ് സാർ. അതെ സാർ, അദ്ദേഹത്തിൻ്റെ അച്ഛൻ എൻ്റെ മുന്നിലിരിപ്പുണ്ട്. ശരി സാർ. ആ, എന്ത് പറയണമെന്ന് എനിക്കറിയില്ല. അതൊക്കെ ഞാൻ പറഞ്ഞു സാർ. ശരി സാർ. സാർ പറ്റുമെങ്കിൽ അദ്ദേഹത്തോട് 2 വാക്ക് സംസാരിച്ചാൽ അവർക്കതൊരു സമാധാനമായിരിക്കും സാർ. ആ ശരി സാർ, കൊടുക്കാം. ആ, മിനിസ്റ്ററാ. ഹലോ സാർ. ആ സാർ, എൻ്റെ മകനാണ് സാർ. അതെ സാർ. സാർ, ശരി സാർ. സാർ, ശരിയാണ് സാർ. ഒരു വലിയ രാജ്യാന്തര പ്രശ്നത്തിൽ ഒരു സാധാരണക്കാരന്റെ ജീവന് എന്ത് വിലയാണ്? എന്നാലും എനിക്ക് അങ്ങനെയല്ലല്ലോ സാർ. എന്റെ സ്വന്തം മോനല്ലേ സാർ. ഒരേ ഒരു മകനാണ്. 3 ദിവസമായി വെള്ളം പോലും കുടിക്കാണ്ട് ഒരേലിരുന്ന് കരയുന്ന ഒരു പെണ്ണും 2 മക്കളും ഉണ്ട് സാർ. അറിയില്ല സാർ, എനിക്കറിയില്ല സാർ. ഇനി എന്താ ചെയ്യാന്ന് എനിക്കറിയില്ല സാർ. ഒന്നുമല്ലെങ്കിലും 5 നേരം നിസ്കരിക്കുന്ന ഒരു മുസൽമാൻ എന്നെ മോനെന്ന് ഓരോടൊന്നും പറയോ സാർ? എല്ലാം ശരിയാവും. ഇനി അതല്ല, ഒരു ജീവനാണ് അവർക്ക് വേണ്ടതെങ്കിൽ ഇന്ത്യ എടുത്തോട്ടെ സാർ. നിങ്ങൾ നടക്കേ, എല്ലാം ശരിയാവും മാഷേ. എന്ത് വില കൊടുത്തും ബന്ദികളെ മോചിപ്പിക്കുമെന്നും എന്നാൽ അത് ഭീകരവാദികളെ വിട്ടഴിച്ചുകൊണ്ടാവില്ലെന്നും വിദേശകാര്യാലയത്തിൽ നിന്നും ഔദ്യോഗിക വക്താവ്. ഹാവു, സമാധാനായി. നമ്മളെ വിദേശകാര്യമന്ത്രി അങ്ങോട്ട് പോയി ഒരു 1100 രൂപ വെറ്റിൽപ്പാക്കിൽ വെച്ച് അങ്ങോട്ട് കൊടുക്കും. ഉടനെ ഓലേ ആ ഭീകരന്മാരെ നമ്മളെ 3 പേരെയും തിരികെ ഏൽപ്പിച്ച് ചെയ്തു പോയ തെറ്റിന് മാപ്പും പറയും. നിങ്ങൾ കാര്യം അറിയാണ്ട് ഓരോന്ന് പറയാൻ നിൽക്കല്ലേ. ഈ ജയിലിൽ കിടക്കുന്നവന്മാരാരാന്നാ നിങ്ങളുടെ വിചാരം? കൊടും ഭീകരവാദികളല്ലേ ഭീകരവാദികള്. അവരെ വെറുതെ അങ്ങനെ വിടാൻ പറ്റുമോ? ഇങ്ങക്കറിയോ, എല്ലാ രാജ്യത്തും ഭീകരവാദികളെ പിടിക്കാറുണ്ട്. പിടിച്ചു കഴിഞ്ഞാൽ നേരം വെളുക്കുന്നതിന് മുമ്പ് കൊന്നു കുഴിച്ചു മൂടും. നമ്മൾ ഭയങ്കര മഹാമനസ്കര്. 5 സ്റ്റാർ ട്രീറ്റ്മെൻറ്റ്, പ്രത്യേക ഭക്ഷണം, 100 സെക്യൂരിറ്റി, പിന്നെ പഞ്ചകർമ്മ ചികിത്സ, എല്ലും കൂടി പോലെ വരുന്ന ഇവനൊക്കെ 2 കൊല്ലം കഴിഞ്ഞാൽ ഗുസ്തിക്കാരെ പോലെ. ചികിത്സ കഴിയുമ്പോഴേ ഇതാ ഇങ്ങനെ പൊടിയും തട്ടി അവർ പുറത്തു പോകും. ഇതൊക്കെ നമ്മൾ എത്ര കണ്ടതാ. ആ മാഷ് വരുന്നുണ്ടല്ലോ. നമ്മുടെ ഇന്ത്യൻ പ്രസിഡന്റ് കൂടെയുണ്ടല്ലോ. എന്തായി മാഷെ കളക്ടറെ കണ്ടിട്ട്? ഇനിയിപ്പോ എന്താ ചെയ്യാ? വിട്ടുകൊടുക്കണം, അല്ലാതെ പിന്നെ എന്താ ചെയ്യുക? 3 പേരുടെ ജീവൻ വെച്ചല്ലേ അവർ വിലപേശുന്നത്, അല്ലേ?
അങ്ങനെ വിട്ടുകൊടുക്കാനേ ഒരു വഴിതെറ്റി കടലിൽ പോയ മീൻപിടുത്തക്കാരൊന്നുമല്ല, കൊടും കുറ്റവാളികളാ. അത് ശരി, അനക്കത് പറയാം. For more updates, like, comment, subscribe to our channel.